نور على نور. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين، أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഒരുമിച്ച് കൂടലിനെ അള്ളാഹുവിൻ്റെ അടുക്കൽ മഖബൂലായ അമലായി നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്ന് പഠിക്കുന്നത് വളരെ സുപ്രധാനമായ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില മസ്അലകളെ സംബന്ധിച്ചാണ്. മുസന്നിഫ് റഹ്മഹുള്ള പറയുന്നത്, ഇഅ്ലം അർഷദകല്ലാഹ് ലിതാഅതിഹി അന്നൽ ഹനീഫിയ്യ മില്ലത ഇബ്രാഹിം അൻ തഅ്ബുദല്ലാഹ വഹ്ദഹു മുഖ്ലിസൻ ലഹുദ്ദീൻ. ഇവിടെ ഷെയ്ഖ് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഷെയ്ഖിൻ്റെ ഒരു രീതി, ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മഹുള്ള ഒരു ശൈലി, ആദ്യം ആ വിദ്യാർത്ഥിക്ക് വേണ്ടി ദുആ ചെയ്യുക, എന്നിട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ പറയുക. അതാണ് ഇവിടെയും ആവർത്തിച്ചത്. ഈ അലം, നീ പഠിക്കണം, നീ അറിയണം. അർഷദകല്ലാഹു, അള്ളാഹു നിന്നെ നേർമാർഗത്തിൽ നടത്തട്ടെ. ലിത്വാഅതിഹി, എങ്ങനെ? അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ. അള്ളാഹുവിനെ അനുസരിക്കാൻ അള്ളാഹുവിനെ നേർമാർഗത്തിലാക്കട്ടെ. അനുസരണ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിനുള്ള അനുസരണ എന്ന് പറഞ്ഞാൽ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളെ ചെയ്യുക, അള്ളാഹു നിരോധിച്ച കാര്യങ്ങളെ ഒഴിവാക്കുക. ഇതാണ് ത്വാഅത്ത്. ത്വാഅത്തുല്ലാഹ് എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലേ? മുവാഫഖത്തു മുറാദില്ലാഹി ബിഇത്യാനിൽ അവാമിരി വജ്തിനാബിൻ നവാഹി. ഇതാണ് എൻ്റെ ഉദ്ദേശം. ത്വാഅത്ത് എന്ന് പറഞ്ഞാൽ അതാണ്. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളെ ചെയ്യുക, അള്ളാഹു നിരോധിച്ച കാര്യങ്ങളെ ഒഴിവാക്കുക. അപ്പോൾ അള്ളാഹുവിനെ അനുസരിക്കുന്നതിലേക്ക് നിന്നെ വഴി നടത്തട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ടാണ് ഷെയ്ഖ് ആരംഭിക്കുന്നത്. ഷെയ്ഖ് പറയാണ്, അന്നൽ ഹനീഫിയ. ഹനീഫിയ ഇവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്ലാം. ഹനീഫിയ എന്ന് പറഞ്ഞാൽ അല്ലേ, ഹനീഫ് എന്ന് പറഞ്ഞാൽ തെറ്റിപ്പോയത്, ഷിർക്കിൽ നിന്നും മാറിപ്പോയത്. അതിനാണ് ഹനീഫിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അറബി ഭാഷയിൽ ഹനീഫ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം മായിൽ, ചാഞ്ഞത്, ചെരിഞ്ഞത്, വിട്ടുപോയത് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമെ സംബന്ധിച്ച് ഹനീഫ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? പിന്നെ ഇബ്രാഹിമ കാന ഹനീഫ, ഇബ്രാഹിം നബി ഹനീഫ, മുസ്ലിമാണ് അല്ലേ? മുസ്ലിമു ഹനീഫ. ഹനീഫ് എന്ന് പറഞ്ഞാൽ ഷിർക്കിൽ നിന്നും മാറിയത്, തെറ്റിപ്പോയത്, അതായത് ഇസ്ലാം. അപ്പോൾ ഇവിടെ നമ്മൾ ഷെയ്ഖ് ഉദ്ദേശിക്കുന്നത് അന്നൽ ഹനീഫിയ, യഥാർത്ഥ ഇസ്ലാം. നമ്മൾ മലയാളത്തിൽ പറഞ്ഞ റുജുവായ പാത, ഷിർക്കിൽ സംഭവിക്കാതെ, ഷിർക്കിൽ നിന്നും മാറി തൗഹീദിൽ മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഇസ്ലാം മതം, അതിനാണ് ഹനീഫിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഷെയ്ഖ് പറയാണ്, അന്നൽ ഹനീഫിയ, അതായത് ഇസ്ലാം, മില്ലത ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ പാതയായ, ഇബ്രാഹിം നബിയുടെ മില്ലത്ത് അല്ലേ? അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ നമ്മളോട് പിൻപറ്റപ്പെടാൻ വേണ്ടി പറഞ്ഞത് മില്ലത്ത ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ പാതയാണ്, ഇബ്രാഹിം നബിയുടെ മില്ലത്താണ്. അപ്പോൾ ഇബ്രാഹിം നബിക്ക് മുമ്പുള്ളതൊന്നും ഇസ്ലാം അല്ലേ? പിന്നെ എന്തുകൊണ്ട് അള്ളാഹു ഇബ്രാഹിം നബിയുടെ പാത നിങ്ങൾ പിൻപറ്റണം എന്ന് പറയേണ്ട കാരണം ശ്രദ്ധിച്ചോ? പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയാണ്, വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ മില്ലത്തിൽ നിന്ന് ആരെങ്കിലും തെറ്റിപ്പോയാൽ, ഉദ്ദേശം ഇസ്ലാം, ഇസ്ലാമിൽ നിന്ന് ആരെങ്കിലും തെറ്റിപ്പോയാൽ പയച്ചവനാണ്. അള്ളാഹു ഈ മില്ലത്ത് ഇബ്രാഹിം അല്ലാത്ത വേറൊന്നും മനുഷ്യന് സ്വീകരിക്കുന്നതല്ല. അപ്പം മുമ്പ് വന്ന ആദം നബി തൊട്ട് ഇബ്രാഹിം നബി വരെയുള്ള എല്ലാ പ്രവാചകന്മാരും അല്ലേ, ആദം, നൂഹ്, അതേപോലെ തന്നെ ഇദ്രീസ്, ഷീസ്, ഈ പ്രവാചകന്മാരൊക്കെ അവരും ഇസ്ലാമിലല്ലേ? മൂസാ നബി ഇസ്ലാമിലല്ലേ? പിന്നെ എന്തുകൊണ്ട് അള്ളാഹു ഇബ്രാഹിം നബിയുടെ മില്ലത്ത് എന്ന് പറയേണ്ട കാരണം? പണ്ഡിതന്മാർ പറയാറുള്ളത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നമ്മൾ പ്രവാചകന്മാർ അവർ ഉപ്പയൊത്ത സഹോദരങ്ങളെപ്പോലെയാണ്. ഉപ്പയൊത്ത സഹോദരൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉപ്പ ഒന്നായിരിക്കും,
ഉമ്മമ വ്യത്യസ്തമായിരിക്കും അല്ലേ. ഒരാളിപ്പോൾ 4 കല്യാണം കഴിച്ചു, ആ 4 ഭാര്യമാരുടെ മക്കളുണ്ടായി. അവരെല്ലാവരുടെയും ഉപ്പ ഒന്നാണ്, ഉമ്മ വ്യത്യസ്തമാണ്. അതേപോലെയാണ് പ്രവാചകന്മാർ എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. എൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ എല്ലാ പ്രവാചകന്മാരും അടിസ്ഥാനം ഇസ്ലാമാണ്, എന്നാൽ തൗഹീദാണ് അടിസ്ഥാനം, എന്നാൽ അവരുടെ ശരീഅത്ത് വ്യത്യസ്തമാണ്. മനസ്സിലാകുന്നുണ്ടോ? അതാണ് ഈ ഹദീസിൻ്റെ ഉദ്ദേശം. എല്ലാ പ്രവാചകന്മാരുടെ അടിസ്ഥാനം തൗഹീദാണ്, എന്നാൽ അവരുടെ ശരീഅത്ത് വ്യത്യസ്തമാണ്. മൂസാ നബിയുടെ ശരീഅത്തല്ല റസൂലുള്ളാഹി തങ്ങളുടെ ശരീഅത്തിൽ അല്ലേ. ഈസാ നബിയുടെ ശരീഅത്തല്ല നമ്മുടെ ശരീഅത്ത്. ആദം നബിക്ക് ഉണ്ടായ ശരീഅത്തല്ല നമ്മുടെ ശരീഅത്ത്. ഉദാഹരണം പറയാം, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ സഹോദരനും സഹോദരിയും കല്യാണം കഴിക്കാം അല്ലേ. അതുകൊണ്ടല്ലേ ഹാബീലും യുദ്ധം ഉണ്ടായതും പരസ്പരം കൊന്നതും അല്ലേ. പരസ്പരം വേറെ മനുഷ്യന്മാരില്ല. അപ്പം അതിനനുസരിച്ചുള്ള ആ കാലഘട്ടത്തിനനുസരിച്ചുള്ള ശരീഅത്തായിരിക്കും അള്ളാഹു നിയമമാക്കുക. അപ്പോൾ സഹോദരനും സഹോദരിയും പരസ്പരം കല്യാണം കഴിക്കാം. നമ്മുടെ ശരീഅത്ത് പറ്റുമോ? ഇല്ല, ഹറാമാണ്. അതേപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിൽ തൗബ എന്ന് പറയുന്നത് പരസ്പരം കൊല്ലലാണ്. തൗബ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ കൊല്ലും, നീ ഓനെ കൊല്ലും, അങ്ങനെ അതാണ് തൗബ എന്ന് പറഞ്ഞാൽ. ശിവമ്പത്തിൻ്റെ തൗബയോ അത് അല്ലാഹു മാറ്റി, ശരീഅത്ത് മാറി. അങ്ങനെ വ്യത്യസ്ത രൂപത്തിൽ ഓരോ പ്രവാചകന്മാർക്ക് വ്യത്യസ്ത ശരീഅത്തുകളുണ്ട്, നിയമങ്ങളുണ്ട്, എന്നാൽ അടിസ്ഥാനം എല്ലാം ഒന്നാണ്. അതേതാ? അൽ ഇസ്ലാം ഐ അത്തൗഹീദ്. ഇസ്ലാം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ്. അള്ളാഹുവിനെ ഏകനാക്കിക്കൊണ്ട് അള്ളാഹുവിന് കീഴൊതുങ്ങുക, അതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലയിലും. പിന്നെ ഇവിടെ മില്ലത്ത് ഇബ്രാഹിം നബിയുടെ പാത എന്ന് പറയാൻ കാരണം, ഇബ്രാഹിം നബി ആദം നബി തൊട്ട് ഇബ്രാഹിം നബി വരെ വളരെ ചുരുക്കം പ്രവാചകന്മാരെ വന്നിട്ടുള്ളൂ. ഇബ്രാഹിം നബിയിൽ നിന്നാണ് പിന്നെ ഒരു പ്രവാചകന്മാരുടെ പരമ്പര ഉണ്ടാകുന്നത് അല്ലേ. അതുകൊണ്ട് അബുൽ ആദം അല്ലെങ്കിൽ അബുൽ അംബിയ ഇബ്രാഹിം എന്ന് പറയപ്പെടാനുള്ള കാരണം, പ്രവാചകന്മാരുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ഇബ്രാഹിം നബിയാണ്. അബുൽ അംബിയ എന്ന പേരിൽ അറിയപ്പെട്ടത്. അതിന് കാരണം എന്താ അറിയോ? ഇബ്രാഹിം നബിക്ക് 2 മക്കളാണ്, ഒന്ന് ഇസ്മായിൽ, 2 ഇസ്ഹാഖ്. ഇസ്മായിലിലൂടെ അറബി വംശവും അതിലൂടെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അവസാനിച്ചു പ്രവാചക ശൃംഖല. ഇസ്ഹാഖിലൂടെ ബനു ഇസ്രായേൽ എന്ന് പറയുന്നൊരു സന്താന പരമ്പര തന്നെ ഉണ്ടായി. ബനു ഇസ്രായേലാണ് ഏറ്റവും കൂടുതൽ പ്രവാചകന്മാർ വന്നത് അല്ലേ. ഇസ്ഹാഖ് എന്ന് യാക്കൂബ് എന്ന് യൂസുഫ്, അങ്ങനെ ഒരു വലിയ ശൃംഖല, വലിയൊരു കൂട്ടം തന്നെ പ്രവാചകന്മാർ ബനു ഇസ്രായേലിൽ വന്നു. അവരുടെ എല്ലാം മടക്കം ഇബ്രാഹിം നബിയിലേക്കാണ്. അതുകൊണ്ടാണ് അബുൽ അംബിയ ഇബ്രാഹിം എന്ന് പറയപ്പെടാനുള്ള കാരണം. അപ്പോൾ ആദം നബി ക്ഷണിച്ചതും ഇസ്ലാമിലേക്കാണ്. ഷീസ് നബിയും നൂഹ് നബിയും ഇദ്രീസ് നബിയും എല്ലാവരുടെയും മതം ഇസ്ലാമാണ്, അടിസ്ഥാനം തൗഹീദാണ്. പക്ഷേ ഇബ്രാഹിം നബിയുടെ മില്ലത്ത് എന്ന് പറയേണ്ട കാരണം ഇതാണ്. കാരണം ഇബ്രാഹിം നബിയാണ് ഏറ്റവും കൂടുതൽ പ്രവാചകന്മാരുടെ പിതാമഹനായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് അബുൽ അംബിയ എന്ന പേരിൽ അറിയപ്പെട്ടതും. അതുകൊണ്ടാണ് മില്ലത്ത് ഇബ്രാഹിം എന്ന് പറയേണ്ടായ കാരണം. എന്താ മില്ലത്ത് ഇബ്രാഹിം? എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. അതേതാ? അൻ തഅബുദല്ലാഹ വഹ്ദഹ്, നീ അള്ളാഹുവിനെ ഏകനാക്കിയ അവസ്ഥയിൽ അവനെ ആരാധിക്കലാണ്. അതായത് തൗഹീദ് ഉൾക്കൊള്ളലാണെന്നർത്ഥം. മുഖ്ലിസൻ ലഹുദ്ദീൻ, പരിപൂർണ രൂപത്തിൽ അള്ളാഹുവിന് കീഴൊതുങ്ങിയ അവസ്ഥയിൽ, നിഷ്കളങ്കമായ രൂപത്തിൽ അള്ളാഹുവിനെ ഏകനാക്കിക്കൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുക, അതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതായത് ഇസ്ലാമിൻ്റെ ആകത്തുകയായി പണ്ഡിതന്മാർ പറയാറുള്ളത് അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ്, അള്ളാഹുവിനെ ഏകനാക്കിക്കൊണ്ട് അള്ളാഹുവിന് പരിപൂർണ രൂപത്തിൽ കീഴൊതുങ്ങുക, അതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ആ ഇസ്ലാമാണ് പിന്നെ മില്ലത്ത് ഇബ്രാഹിം നബിയുടെ പാത എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഷെയ്ഖ് പറയാണ് വബിദാലിക, ആ മില്ലത്ത് ഇബ്രാഹിം, അതായത് ആ ഇസ്ലാം കൊണ്ടാണ് അമറല്ലാഹു ജമീഅന്നാസ്, അള്ളാഹു എല്ലാ ജനങ്ങളോടും കൽപ്പിച്ചത് അല്ലേ. വത്തബഉ മില്ലത ഇബ്രാഹിമ ഹനീഫ, നിങ്ങൾ ഇബ്രാഹിമിനെ ഫോളോ ചെയ്യണം അല്ലേ. മില്ലത്ത് അബീക്കും ഇബ്രാഹിം, നിങ്ങളുടെ പിതാമഹനായ ഇബ്രാഹിമിൻ്റെ പാത നിങ്ങൾ പിൻപറ്റണം. ഉദ്ദേശം എന്താ? ഇസ്ലാം. ഇത് മുസ്ലിങ്ങളോട് മാത്രമല്ല, ലോകത്തുള്ള സകല ജനങ്ങളോടും അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, നിങ്ങൾ മുസ്ലിമാകണം. അതുമാത്രമല്ല വഖലഖഹും ലഹ, അള്ളാഹു ആ ഇസ്ലാമിന് വേണ്ടിയാണ്, ഇസ്ലാം എന്ന് പറഞ്ഞാൽ തൗഹീദ്, അള്ളാഹുവിനെ ഏകനാക്കുക, ആ തൗഹീദിന് വേണ്ടിയാണ് അള്ളാഹു ജനങ്ങളെ സൃഷ്ടിച്ചതും അല്ലേ.
അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത് എന്തിനാ? അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം അള്ളാഹു പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. സൂറത്തു ദാരിയാത്ത് അള്ളാഹു പറയാണ്, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ, മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല, ഇല്ലാ ലിയഅ്ബുദൂൻ, അല്ലേ, അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇല്ലാ ലിയഅ്ബുദൂൻ എന്ന് തഫ്സീർ നൽകിയത് ഐ ലിയുവഹിദൂൻ, അള്ളാഹിനെ ഏകനാക്കുന്നതിന് വേണ്ടി. അതാണ് മർമ്മപ്രധാനമായ മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യം. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ആയത്ത് പഠിക്കാനുണ്ട്. 3 വർഗങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 1 മലായിക്കത്ത്, 2 ജിന്ന്, 3 ഇൻസ് മനുഷ്യൻ. ഇത് 3 അല്ലാത്ത പിന്നെ കായിനാത്ത്. കായിനാത്ത് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ള മറ്റു ജന്തുജാലങ്ങൾ. 3 വിഭാഗം. ഇതിൽ മലക്കുകൾക്ക് തക്ലീഫില്ല. തക്ലീഫ് എന്ന് പറഞ്ഞാൽ പിന്നെ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിരോധനകളും ശിരസാ വഹിക്കാനുള്ള യോഗ്യത അതും മലക്കുകൾക്കില്ല. മലക്കൾക്ക് കൽപ്പനയും നിരോധനമൊന്നുമില്ല. അള്ളാഹ് എന്താണോ കൽപ്പിച്ച് അത് ചെയ്യാം, അല്ലേ? പരിശുദ്ധ ഖുർആൻ സൂറത്ത് തഹ്രീമിൽ അള്ളാഹു മലക്കുകളെ സംബന്ധിച്ച് പറഞ്ഞത് യഫ്അലൂന മാ യുഅ്മറൂൻ ലാ യഅ്സൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അവർ അള്ളാഹിനെ ധിക്കരിക്കുകയില്ല. എന്താണ് അള്ളാഹു കൽപ്പിച്ചത് അതത് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതാണ് മലക്കുകളുടെ സ്വഭാവം. മലക്കൾക്ക് ഇഖ്തിയാറില്ല. മനുഷ്യനെ പോലെ വികാരങ്ങളോ ചിന്തകളോ ചോയ്സോ ഇതൊന്നും മലക്കുകൾക്കില്ല. അള്ളാഹു ചില മലക്കുകളെ അർശിനെ വഹിക്കാൻ വേണ്ടി സൃഷ്ടിച്ചു, അവർ അർശിനെ വഹിച്ചുകൊണ്ടേയിരിക്കും. ചില മലക്കൾ ആകാശത്ത് സുജൂദ് ചെയ്യാൻ വേണ്ടി സൃഷ്ടിച്ചു, അവർ സുജൂദ് ചെയ്തുകൊണ്ടേയിരിക്കും. ചില മലക്കൾ അള്ളാഹു റൂഹിനെ പിടിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു, അവർ റൂഹിനെ പിടിച്ചുകൊണ്ടേയിരിക്കും. ചില മലക്കൾ മഴ വർഷിപ്പിക്കാനും മനുഷ്യൻ്റെ അർസാക്കുകളും അതേപോലെ ഇടിമിന്നലുകളും അതേപോലെ മനുഷ്യൻ്റെ സംരക്ഷണവും അതേപോലെ മനുഷ്യന്മാരുടെ നന്മതിന്മ രേഖപ്പെടുത്താൻ ഖബറിൽ ചോദ്യം ചെയ്യാൻ ഇന്നിത്യാദി കാര്യങ്ങൾക്ക് അള്ളാഹു ചില മലക്കളെ നിശ്ചയിച്ചു. അവർ ആ പണി ചെയ്തുകൊണ്ടേയിരിക്കും. അത് വിട്ട് മറ്റൊന്നും അവർ ചെയ്യൂല. കാരണം അവർക്ക് ഇഖ്തിയാറില്ല. സ്വിച്ചിട്ട ഫാൻ കറങ്ങുന്നത് പോലെ അതിന് ഇഖ്തിയാറില്ല. അവന് ഇഷ്ടം പോലെ വേണമെങ്കിൽ കറങ്ങാതിരിക്കുക എന്ന ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. അതാണ് മലക്കുകൾ. 2ാമത്തെ വിഭാഗം ഇൻസാൻ, മനുഷ്യൻ മുക്കല്ലഫാണ്, തക്ലീഫുള്ള ആളാണ്. തക്ലീഫ് എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും നിരോധനം ഒഴിവാക്കുകയും ചെയ്യാൻ ബാധ്യസ്ഥൻ. അവനിക്ക് ഖിയാറുണ്ട്. അള്ളാഹ് നിസ്കരിക്കാൻ പറഞ്ഞു, വേണമെങ്കിൽ നിസ്കരിക്കാം, വേണമെങ്കിൽ നിസ്കരിക്കാതിരിക്കാം, അല്ലേ? വേണമെങ്കിൽ നിസ്കരിക്കാതെ നിസ്കരിച്ചാൽ അള്ളാഹ് കൂലി തരും, നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹ് ശിക്ഷിക്കും. ഖിയാറുണ്ട്, ഇഷ്ടമുള്ളത് ചെയ്യുക, തിരഞ്ഞെടുക്കാം. 3ാമത്തെ വിഭാഗം ജിന്നും മനുഷ്യനെ പോലെ തന്നെ ഒരു വിഭാഗമാണ്. നമ്മൾ ഈ അടുത്തൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണല്ലോ, അല്ലേ? ഈ ജിന്ന് വിഷയങ്ങളൊക്കെ. ജിന്ന് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ പോലത്തെ ഒരു വിഭാഗമാണ്, നമ്മളെപ്പോലൊരു വിഭാഗം. പക്ഷെ ഒരു പ്രത്യേകത, മനുഷ്യനില്ലാത്ത ചില കഴിവുകൾ അള്ളാഹു ജിന്നുകൾക്ക് നൽകിയിട്ടുണ്ട്, അല്ലേ? കിതാബ് ഹദീസിലൊക്കെ അത് കാണാൻ പറ്റും. ഖുർആനിലും സ്ഥിരപ്പെട്ട കാര്യങ്ങളാണ്. 2, ജിന്നിനെ നമ്മുടെ കണ്ണുകൊണ്ട് ജിന്നിൻ്റെതായ കോലത്തിൽ കാണാൻ നമ്മളെ കൊണ്ട് സാധിക്കൂല. അതുകൊണ്ടാണ് ജിന്ന് എന്ന് പേരിട്ട് തന്നെ കാരണം. ജിന്ന് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ പറയുക? വാക്കർത്ഥം സിത്തർ, മറക്കപ്പെട്ട്, മസ്തൂർ. നമ്മളെ കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ ജിന്നിന് പറ്റൂല. ജിന്നിൻ്റെ കോലത്തിൽ റസൂലുള്ളാഹി തങ്ങൾ കണ്ടിട്ടുണ്ട്. ജിന്നിൻ്റെതായ കോലത്തിൽ റസൂലുള്ളാഹി തങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ഒരു ദിവസം നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ജിന്ന് വന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ പ്രയാസപ്പെടുത്തി. റസൂൽ ആ ജിന്നിൻ്റെ കഴുത്തിന് കയറി പിടിച്ചു. ഇപ്പോൾ റസൂൽ പറയാണ്, ആ ജിന്നിൻ്റെ നാവിനുള്ള ഉമിനീര്, അല്ലേ, ഉമിനീര് എൻ്റെ കയ്യിൽ തട്ടി, അതിൻ്റെ നനവ് സഹാബാക്കൾ കണ്ടു. പിടിച്ചപ്പോൾ നാവ് പുറത്തിട്ടപ്പോൾ നാവിന് ഉമിനീര് കയ്യിൽ തട്ടി, അത് സഹാബാക്കൾ കണ്ണുകൊണ്ട് കണ്ടു ആ ഉമിനീര്. റസൂൽ പറയാണ്, സുലൈമാൻ നബിയുടെ ദുആ മുൻകടന്നിട്ടില്ല എങ്കിൽ ഈ ജിന്നിനെ കൊണ്ട് മദീനയിലെ കുട്ടികൾ കളിക്കുമായിരുന്നു എന്ന്. സുലൈമാൻ നബി മുമ്പ് ദുആ ചെയ്തിട്ട്, അല്ലാഹുവേ, സുലൈമാൻ നബിയുടെ പ്രത്യേകത, അദ്ദേഹം ലോകം അടക്കി ഭരിച്ച രാജാവാണ്. മനുഷ്യനും ജിന്നുകളും പറവകളും മൃഗങ്ങളും എല്ലാം സുലൈമാനുടെ കീഴിലാണ്, അല്ലേ? പരിശുദ്ധ ഖുർആൻ സൂറത്തു ഖസസ് അത് വിശദീകരിക്കുന്നില്ലേ? قال عفريت من الجن انا اتيك به قبل ان تقوم من مقامك. ആരാ പറയുന്നത്? ജിന്നാണ്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു. നമുക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഖുർആനല്ലേ? ഖുർആൻ നിഷേധിച്ച കാഫിറാണ്. അത് പറഞ്ഞെന്താ അറിയോ? സുലൈമാൻ നബി ഹുദ്ഹുദ് എന്നൊരു പക്ഷി, ആ പക്ഷി കാണാനില്ല.
ചരിത്രത്തിൽ കാണാം മരംകൊത്തി പക്ഷിയാണെന്ന് പറയപ്പെടുന്നു, അല്ലാഹു അഅലം. എന്നാലും ഹുദ്ഹുദ് എന്നാണ് പരിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചത്. ഈ പക്ഷിയെ കാണാനില്ല. സുലൈമാൻ നബിക്ക് ചൂടായി, ദേഷ്യം പിടിച്ചു. സുലൈമാൻ നബി പറഞ്ഞു, ആ പക്ഷി തിരിച്ചു വന്നാൽ ഞാൻ അറക്കന്നെ ചെയ്യും, അവനെ കൊല്ലും. ഒന്നുകിൽ കൊല്ലും, അല്ലെങ്കിൽ തക്കതായ കാരണം ബോധിപ്പിക്കണം. അങ്ങനെ പക്ഷി തിരിച്ചു വന്നിട്ട് സുലൈമാൻ നബിയോട് പറഞ്ഞു, ഞാനിങ്ങനെ പോയപ്പോൾ ഒരു നാട് കണ്ടു. ആ നാട്ടിൽ ഒരു രാജ്ഞിയുണ്ട്, ഒരുപാട് പ്രജകളുണ്ട്, അവരൊക്കെ സൂര്യനെ ആരാധിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് എന്ന് വന്നിട്ട് പറഞ്ഞു കൊടുത്തു ആ പക്ഷി ഹുദ്ഹുദ്. ഇതൊക്കെ സൂറത്തുൽ ഖസസാണ്. വഹുശുറ ലിസുലൈമാന ജുനൂദ് എന്ന പേജ് എടുത്ത് വായിച്ചു നോക്കിയാൽ കിട്ടും. അമാനി തഫ്സീർ എടുത്ത് വായിച്ചാൽ മതി. എന്നിട്ട് പക്ഷി വന്ന് പരാതി പറഞ്ഞപ്പോൾ സുലൈമാൻ നബി ഇത് കത്ത് എഴുതിയിട്ട് വിട്ടു. ഇന്നഹു മിൻ സുലൈമാന വഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്നിട്ട് ഖാല അൽഖിഹി, നീ കത്ത് കൊണ്ട് അവിടെ കൊടുക്കണം. ഈ പക്ഷി കത്തും എടുത്ത് പോയി ബൽക്കീസിന് കൊടുത്തു. കത്തിലുള്ളത് എത്രയും പെട്ടെന്ന് മുസ്ലിമായി എൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരണം എന്നാണ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞത് ഇസ്ലാം, ഇസ്ലാമു ലില്ലാഹി ബി തൗഹീദ്, അതാണ് ഇസ്ലാം എന്ന് പറഞ്ഞത്. അതല്ലാത്ത മറ്റെല്ലാം ബാത്തിലാണ്. അങ്ങനെ ബൽക്കീസ് എന്ത് ചെയ്തു? ഓരോ രാജ്യസഭ വിളിച്ചു കൂട്ടി ചോദിച്ചു, നമ്മൾ എന്ത് ചെയ്യണം? ഇതൊക്കെ പരിശുദ്ധ ഖുർആനാട്ടോ, ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ആയത്തോതാത്തത്. നമ്മൾ എന്ത് ചെയ്യണം? അപ്പം പറഞ്ഞു, പിന്നെ ചില ആൾക്കാർ നമ്മൾ ആയുധം നൽകപ്പെട്ടവരാണ്, ബലം നൽകപ്പെട്ടവരാണ്, നമ്മൾ സുലൈമാൻ യുദ്ധം ചെയ്യണം. അപ്പം ബൽക്കീസ് പറഞ്ഞു, സുലൈമാൻ ചില്ലറക്കാരനല്ല. ഒരു രാജാവ് ഒരു നാട്ടിലേക്ക് പ്രവേശിച്ചാൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. ഒന്നുകിൽ ആ നാട് അടിച്ച് തൂഫാനാക്കിയിട്ട് അവർ പോകും, അതല്ലെങ്കിൽ നമ്മൾ അവരെ വിജയം കൊയ്യും. നമുക്ക് അവരെ വിജയിക്കാൻ സാധിക്കില്ല, അവർ ഈ നാട് ഖർബാനാക്കും. അപ്പോൾ എന്നാൽ ചില സമ്മാനങ്ങൾ കൊടുത്തയക്കാം. അങ്ങനെ ചില സമ്മാനങ്ങളൊക്കെ കൊടുത്തയച്ചു. സുലൈമാൻ നബി ഇത് കണ്ടിട്ട് അത്ഭുതപ്പെട്ടു. സുലൈമാൻ നബി വിചാരിക്കാൻ ലോകം മുഴുവൻ അന്ന് എനിക്ക് കീഴ്പ്പെടുത്തി തന്നിട്ടുണ്ട്, എന്നിട്ടാണ് ചെറിയ സമ്മാനം കൊടുത്തയച്ചത്. അങ്ങനെ രണ്ടാമത് കത്തയച്ചു, നമ്മൾ ഇസ്ലാം സ്വീകരിച്ച് നിങ്ങളുടെ അടുക്കിലേക്ക് വരാം. ആ സമയത്താണ് സുലൈമാൻ നബി ചോദിക്കുന്നത്, തൂനി മുസ്ലിമീൻ, ബൽഖീസ് രാജ്ഞി മുസ്ലിമായി എൻ്റെ അടുക്കിലേക്ക് വരുന്നതിന് മുമ്പ് ആ രാജ്ഞിയുടെ സിംഹാസനം ആരാണ് എനിക്ക് കൊണ്ടുവന്ന് തരിക? ഇതാണ് സുലൈമാൻ നബി ചോദിക്കുന്നത്. അതിന് മറുപടിയായിട്ടാണ് ഈ ജിന്ന് പറയുന്നത്. ഖാല ഇഫ്രീത്തും മിനൽ ജിൻ, ജിന്ന് വർഗത്തിൽപ്പെട്ട ഇഫ്രീത്ത് എന്ന് പറയുന്ന ആൾ, ഇഫ്രീത്ത് എന്ന അദ്ദേഹത്തിൻ്റെ പേര്, ഇഫ്രീത്ത് എന്ന് പറയുന്ന ആൾ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഇരിപ്പിടത്തിന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുതരാം. മനുഷ്യൻ കൊണ്ട് സാധിക്കുമോ? ഇല്ല. അപ്പോൾ മനുഷ്യൻ്റെ കഴിവിൽ നിന്നും അതീതമായ ചില കഴിവുകൾ അല്ലാഹു ജിന്നുകൾക്ക് നൽകിയിട്ടുണ്ട്. അവർക്ക് സഞ്ചരിക്കാൻ പറ്റും, കാറ്റിൻ്റെ വേഗത്തിൽ സഞ്ചരിക്കാൻ പറ്റും, രൂപം മാറാൻ പറ്റും. ഇതൊന്നും ആർക്കില്ല? മനുഷ്യന്മാർക്കില്ല. ഇതൊക്കെ സ്ഥിരപ്പെട്ടതാട്ടോ ഖുർആനിലും ഹദീസിലും. അങ്ങനെ ഇഫ്രീത്ത് പറഞ്ഞു. സുലൈമാൻ ഉണ്ടാതിരുന്നു. അടുത്ത ആൾ പറഞ്ഞു, അല്ലേ, ഖാലല്ലദീന ഇൻദഹു ഊതീതു മിനൽ ഇൽം, ഇൽമ് നൽകപ്പെട്ട ഒരുവൻ, അതായത് ജിന്നി വിഭാഗത്തിൽ കുറച്ച് അറിവും വിദ്യാഭ്യാസമൊക്കെ ഉള്ള ഒരാൾ പറഞ്ഞു, അനാതീക ബിഹി ഖബ്ല അൻ യർതദ്ദ ഇലൈക തർഫുക്, നമ്മൾ കണ്ണിങ്ങനെ പൂട്ടി തുറക്കൂലേ, അല്ലേ, ആ പൂട്ടി തുറക്കുന്ന സമയം കൊണ്ട് ഞാൻ കൊണ്ടുതരാം. ഇൽമ് നൽകപ്പെട്ടവനായ ജിന്ന് പറഞ്ഞു. സുലൈമാൻ സംഭവിച്ചു. സുലൈമാൻ കണ്ണ് പൂട്ടി തുറക്കുന്നതിന് മുമ്പ് ആ സിംഹാസനം ഇവിടെ എത്തി. ബൽക്കീസ് വന്നു. ഇത് കണ്ടപ്പോൾ ചോദിച്ചു, ഇതേപോലത്തത് നീ എവിടെയും കണ്ടിട്ടുണ്ടോ? എൻ്റെതും ഏകദേശം ഇതേപോലത്തെ സിംഹാസനമായിരുന്നു എന്ന് പറഞ്ഞു ബൽക്കീസ്. ഖുർആനിൽ കാണാം, പിന്നെ അതിൻ്റെ താഴ്ഭാഗത്ത്, കൊട്ടാരത്തിൻ്റെ താഴ്ഭാഗത്ത് ചില്ലുകൾ കൊണ്ടായിരുന്നു, അടിയിൽ കടലും മേലെ ചില്ലും. അപ്പോൾ ഈ രാജ്ഞി വരുന്ന സമയത്ത് ഫകശഫത് അൻ സാഖൈഹ, അത് വെള്ളമാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഡ്രസ്സ് ഒക്കശഫത്ത് അൻ സാഖൈഹ, സാഖ് എന്ന് പറഞ്ഞാൽ കണങ്കാല്, നമ്മൾ ഈ കാല് കാണുമാറ് ഡ്രസ്സ് പൊക്കി, നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഡ്രസ്സ് പൊക്കൂലേ, അതേപോലെ ഡ്രസ്സ് പൊക്കിയിട്ടാണ് കൊട്ടാരത്തിലേക്ക് കടന്നത്. അത്ര കണ്ണഞ്ചിപ്പിക്കുന്ന അത്ഭുതകരമായ സൃഷ്ടികളാണ് ഈ സുലൈമാൻ നബി ഒരുക്കി വെച്ചത് ഈ രാജ്ഞിയെ സ്വീകരിക്കാൻ. ഇതാണ് സംഭവം. നിങ്ങൾ ആ മാനിത്തഫ്സീർ എടുത്ത് വായിച്ചാൽ മതി, സൂറത്തുൽ ഖസസിൻ്റെ ചില ഭാഗങ്ങൾ, അവസാന ഭാഗങ്ങൾ. പിന്നെ പറഞ്ഞു വന്നത് ഇതാണ് മൂന്നാമത്തെ വിഭാഗം, ജിന്ന് വർഗം. അതും മനുഷ്യനെ പോലെ തന്നെ തക്ലീഫുള്ളവരാണ്. അവർക്കും പിന്നെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാനും അള്ളാഹുവിൻ്റെ നിരോധനങ്ങൾ ഒഴിവാക്കാനും ബാധ്യസ്ഥരാണ്, അല്ലേ. അതുപോലെ റസൂലുള്ളാഹി തങ്ങൾ ത്വായിഫിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ഒരു വിഭാഗം ജിന്നുകൾ റസൂൽ അടുക്കലേക്ക് വന്നു. റസൂൽ അവരോട് നേരിട്ട് സംസാരിച്ചു. റസൂൽ അവർക്ക് ഖുർആൻ ഓതി കൊടുത്തു. ആ ഖുർആൻ കേട്ടിട്ട് അവർ ഇസ്ലാം സ്വീകരിച്ചു. അതാണ് സൂറത്ത് ജിന്നിൻ്റെ തുടക്കത്തിൽ അള്ളാഹു പറയുന്നത്, ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിൻ, ജിന്ന് വിഭാഗത്തിൽപ്പെട്ട ചില വിഭാഗം നിങ്ങളുടെ ഖുർആൻ ശ്രദ്ധിച്ച് കേൾക്കുകയുണ്ടായി.
ഖുർആൻ കേട്ടപ്പോൾ അവർ വന്നു, റസൂലിനക്കൽ വന്ന് ഇസ്ലാം സ്വീകരിച്ചു, അവരവരെ നാട്ടിലേക്ക് തിരിച്ചുപോയി. ഇതൊരു തായിഫിൽ നിന്ന് റസൂൽ മടങ്ങി വരുമ്പോൾ ഒരു സംഭവമാണ്. അതാണ് സൂറത്തുൽ ജിന്നിൻ്റെ തുടക്കത്തിലെ 1-2 ആയത്തുകളിൽ അള്ളാഹു വിശദീകരിക്കുന്നത്. ഇതൊക്കെ ചില യാഥാർത്ഥ്യങ്ങളാണ്. നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ ചിന്ത കൊണ്ടോ നമ്മൾ വിലയിരുത്തേണ്ട കാര്യങ്ങളല്ല. ഇതൊക്കെ നമ്മൾ അവലംബിക്കേണ്ടത് നസ്സാണ്. ഇതാണ് സലഫി മനഹജ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? എന്താണ് സലഫി മനഹജ് എന്ന് പറഞ്ഞാൽ? ബുദ്ധിക്ക് സ്ഥാനമില്ല. ബുദ്ധി ഉപയോഗിക്കേണ്ടിടത്തേ ഉപയോഗിക്കാൻ പറ്റൂ, എല്ലായിടത്തും ഉപയോഗിക്കാൻ പറ്റൂല. ഖുർആനും ഹദീസിലും എന്ത് സ്ഥിരപ്പെട്ടുവോ ആ കാര്യങ്ങൾ എങ്ങനെയാണോ സഹാബാക്കൾ മനസ്സിലാക്കിയത് അത് ഫോളോ ചെയ്യുക. അതിനാണ് സലഫി മനഹജ് എന്ന് പറയുക. അതിനാണ് സലഫി മനഹജ് എന്ന് പറയുക. അതിൽ നിന്ന് തെറ്റിയാൽ പിന്നെ പിടുത്തം കിട്ടൂല, പിന്നെ ഒരേ പോക്കായിരിക്കും, വലാലത്തിലേക്ക് പോകും. കാരണം ബുദ്ധിക്ക് സ്ഥിരതയില്ല. ഇന്നൊന്ന് ചിന്തിക്കും, നാളെ മറ്റൊന്ന് ചിന്തിക്കും. പക്ഷെ നെസ് അങ്ങനെയല്ല. നെസ് എന്ന് പറഞ്ഞാൽ ഖുർആനും സുന്നത്തും. അതങ്ങനെയല്ല, അത് പറഞ്ഞതാണ്. അവിടെ നിന്നാൽ നമുക്കവിടെ നിൽക്കാം. നമ്മൾ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ പിന്നെ പിടുത്തം കിട്ടൂല. അതാണ് സലഫിയത്ത് എന്ന് പറഞ്ഞാൽ. മൻഹജു സലഫ് എന്ന് പറഞ്ഞാൽ അതാണ്. ഖുർആനിലും സുന്നത്തിലും വന്ന കാര്യങ്ങളെ ഫഹ്മു സഹാബ, സഹാബാക്കൾ എങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാക്കുക. നമ്മളെ വക മനസ്സിലാക്കണ്ട, അല്ലേ? നമ്മളെ വക നമ്മൾ മനസ്സിലാക്കണ്ട, സഹാബാക്കൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുക. കാരണം അള്ളാഹു സഹാബാക്കളെ ദീനിൻ്റെ ഭാഗമാക്കിയിട്ടുണ്ട്, അല്ലേ? ഉദാഹരണം പറഞ്ഞുതരാം. 1 ഖുർആൻ നമ്മുടെ അടിസ്ഥാനം, 2 ഹദീസ് അടിസ്ഥാനം. ഇത് രണ്ടും എങ്ങനെ മനസ്സിലാക്കണം എന്ന് അള്ളാഹു തന്നെ റസൂലിൻ്റെ ജീവിതകാലത്ത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എങ്ങനെ? സഹാബാക്കളുടെ ഫഹ്മിലൂടെ. കാരണം സഹാബാക്കളും അള്ളാഹു ദീനിൻ്റെ ഭാഗമാക്കിയിട്ടുണ്ട്. ദീനിൻ്റെ പല നിയമങ്ങളിലും സഹാബാക്കൾക്ക് ബന്ധമില്ലേ? അവരിലൂടെയല്ലേ അള്ളാഹു നിയമങ്ങൾ പാസ്സാക്കിയത്. അപ്പോൾ അവർ ദീനിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് റസൂൽ പറഞ്ഞത് അവരെ സ്നേഹിക്കൽ ഈമാനിൻ്റെ അടയാളവും സഹാബാക്കൾ വെറുക്കൽ നിഫാഖിൻ്റെ അടയാളവും എന്ന് റസൂൽ പറയാൻ കാരണം അവർ ദീനിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ ഖുർആൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫഹ്മു സഹാബ, സഹാബാക്കളുടെ ഫഹ്മ അനുസരിച്ച് കൊണ്ടാണ്. ഇതാണ് സലഫി മനഹജ്. നമ്മൾ പറഞ്ഞു വന്നത് 3 വിഭാഗമായി. 4ാമത്തെ വിഭാഗം അൽ കായിനാത്ത്. കായിനാത്ത് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ള മനുഷ്യനും ജിന്നുമല്ലാത്ത മറ്റെല്ലാ വസ്തുക്കളും. സസ്യങ്ങൾക്ക് ജീവനില്ലേ? ഇല്ലേ? വഅൻതും അഅലമു മിന്നി, ഇല്ലേ? ജീവനില്ലേ? കല്ലുകൾക്ക് ജീവനില്ലേ? കടപ്പ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് ആന്ധ്രാപ്രദേശിൽ, കടപ്പ. ആ നാട്ടിൽ ഞാനൊരു ദിവസം പോയിട്ടുണ്ടായിരുന്നു. ഒരു ഹിഫ്ദിൻ്റെ സ്ഥാപനത്തിൽ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്, പരീക്ഷ നടത്താൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ആ കടപ്പ എന്ന് പറഞ്ഞ സ്ഥലത്തെ മേയർ, അവിടുത്തെ മേയർ മുസ്ലിമാണ്. അപ്പോൾ അയാളെ ക്ഷണം സ്വീകരിച്ചിട്ട് നമ്മൾ പോകുന്നത്. അയാൾ നടത്തുന്ന സ്ഥാപനമാണ്. അപ്പോൾ അയാൾ നമ്മളെയും കൂട്ടിയിട്ട് കടപ്പ എന്ന് പറയുന്ന ആ നാട്ടിൽ ചില സ്ഥലങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി കൊണ്ടുപോയി. അവിടുത്തെ മെയിൻ ബിസിനസ് എന്താ അറിയോ? കല്ല് കൃഷി ചെയ്യുക. കല്ല് കൃഷി ചെയ്തിട്ട് ഇമ്പോർട്ട് ചെയ്യുക. ചെറിയ ചെറിയ കല്ലായിരിക്കും, അത് ഭൂമിയുടെ അടി കുഴിച്ചിട്ട് അത് വലുതാവും, വളരും. വലുതായി വർഷങ്ങൾക്ക് ശേഷം അത് തോണ്ടിയെടുത്തിട്ട് നാട് കടത്താം. ഇതാണ് അവരുടെ ബിസിനസ്. നമ്മൾ വിശ്വസിക്കുക, ഞാൻ നേരിട്ട് കണ്ടതാണ്. കല്ല്, ചെറിയ ചെറിയ കല്ല്, അതിങ്ങനെ അയാൾ പറയാണ്, കല്ലിങ്ങനെ വളർന്ന് വർഷങ്ങളനുസരിച്ച് ഇങ്ങനെ വളർന്ന് വരും. അതെടുത്തിട്ട് അവർ മുറിച്ച് പീസാക്കി പിന്നെ ഫോറിൻ കൺട്രിയിലേക്ക് കയറ്റി അയക്കുക. അതാണ് അവരുടെ ബിസിനസ്. ആ സ്ഥലം കാണിച്ചത് നമുക്ക് കല്ലുണ്ടാക്കുന്നത്. ഈ മാർബിളും ടൈൽസൊക്കെ, മാർബിളൊക്കെ മുറിച്ചെടുക്കുന്നില്ല, ഗ്രാനൈറ്റൊക്കെ, അതുണ്ട്. അപ്പോൾ എല്ലാത്തിനും ജീവനുകളുണ്ട് വസ്തുക്കൾക്ക്. പക്ഷെ ഇവർക്കൊന്നും എന്തില്ല? തക്ലീഫില്ല. അള്ളാഹിൻ്റെ കൽപ്പന അനുസരിക്കാനും നിരോധം ഒഴിവാക്കാനും ബാധ്യസ്ഥരല്ല. അങ്ങനെ അവർക്ക് എൻ്റെ ചോയ്സ് ഇല്ല. അത് മനുഷ്യനും ജിന്നിനും മാത്രമേ അള്ളാഹു ഭൂമി ലോകത്ത് നൽകിയിട്ടുള്ളൂ തക്ലീഫ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2 വിഭാഗം നാളെ മഹ്ശറയിൽ ചോദ്യം ചെയ്യപ്പെടും. മറ്റുള്ളവർക്ക് ചോദ്യം ഉണ്ടാ? ഇല്ല. മറ്റുള്ളവർക്ക് ചോദ്യങ്ങളില്ല. മൃഗങ്ങളായാലും സസ്യങ്ങളായാലും ഇതിനൊന്നും എന്തില്ല? അള്ളാഹിൻ്റെ കോടതിയിൽ ചോദ്യങ്ങളില്ല. ചോദ്യം മനുഷ്യനും ജിന്നിനും മാത്രമായിരിക്കും. തിരിയുന്നുണ്ടോ? ഈ 4 കായിനാത്ത്. ഇത് പറഞ്ഞെന്തിനാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇസ്ലാം എന്ന് പറയുന്നത് 2 രൂപത്തിലാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഏകനാക്കുക. അത് 2 രൂപത്തിലാണ്. എന്ന് സാധാരണ പണ്ഡിതന്മാരെ പറയാനുള്ളത്, ഒന്ന് ഇബാദത്തുൻ കൗനിയ. ഇബാദത്തുൻ കൗനിയ എന്ന് പറഞ്ഞാൽ പ്രകൃതിപരമായി തന്നെ മനുഷ്യൻ അടിച്ചേൽപ്പിക്കപ്പെട്ടത്. ഉദാഹരണം, പിന്നെ ഈ ഭൂമി ലോകത്തുള്ള സകല വസ്തുക്കളും അള്ളാഹുവിൻ്റെ കൺട്രോളാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാരും പുറത്തേക്ക് പോവോ? ഇല്ല. ഈ ഭൂമി ലോകത്തുള്ള സകലതും അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലും തദ്ബീറിലുമാണ്. എല്ലാം നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്. അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിൽ നിന്നും ആരെങ്കിലും പുറത്തു പോവോ? ഇല്ല. അവരെല്ലാം അള്ളാഹുവിന് കീഴൊതുങ്ങിയവരാകുന്നു.
ഒരർത്ഥത്തിൽ ഇസ്ലാം എല്ലാം അള്ളാഹുവിന് കീഴൊതുങ്ങിയതാകുന്നു. പക്ഷെ നമ്മളെ ഇഖ്തിയാർ, നമ്മളെ ഇഷ്ടപ്രകാരമാണോ? അല്ല, ഇജ്ബാറൻ, അല്ലേ? നിർബന്ധപൂർവ്വം ഈ ലോകത്തുള്ള സകലതും അള്ളാഹുവിൻ്റെ കൈപ്പിടിയിലാണ്. എപ്പോഴും അള്ളാഹുവിൻ്റെ മുൽക്കിയത്തിലാണ്, ആധിപത്യത്തിലാണ്. അതിന് പുറത്തു പോകാൻ ആരെ കൊണ്ടും സാധിക്കില്ല. അതിൽ എല്ലാ വിഭാഗവും ഒരേപോലെയാണ്. മലക്കുകളായാലും ജിന്നുകളായാലും മനുഷ്യരായാലും മറ്റുള്ള കായിനാത്ത്, പ്രപഞ്ചത്തിലെ മറ്റുള്ള സൃഷ്ടിപ്പുകളായാലും അള്ളാഹുവിൻ്റെ കൗനിയായ ഇബാദത്തിൽ നിന്നും പുറത്തു പോകില്ല. അവരൊക്കെ അള്ളാഹിൻ്റെ കൺട്രോളിലാണ്, ആരും പുറത്തു പോകില്ല. ഇജുബാരിയാണത്, നിർബന്ധപരമായി ചെയ്യേണ്ട കാര്യങ്ങളാണ്. സൂര്യൻ്റെ ഇഷ്ടം പോലെ ഇന്ന് പടിഞ്ഞാറുന്ന്, നാളെ കിഴക്കുന്ന്, പിന്നെ തെക്കുന്ന്, വടക്കുന്ന് ഉദിക്കുമോ? ഇല്ല, അത് അള്ളാഹിൻ്റെ നിയന്ത്രണത്തിലാണ്. അല്ല പറഞ്ഞേ ലശംസിയം ബഗീലഹ അൻ തുദ്രിക്കൽ ഖമർ. സൂര്യൻ വിചാരിക്കണം ഇന്ന് ഖമറിനെ നമുക്ക് ഫോളോ ചെയ്യാം, ഇന്ന് തന്നെ പാസ് ചെയ്യാം, നടക്കുമോ? ഇല്ല. കുല്ലും ഫി ഫലകി യസ്ബഹൂൻ. അള്ളാഹു നിശ്ചയിച്ച അതിൻ്റെതായ ഭ്രമണപഥത്തിലൂടെ അതിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. അതിന് ഇഷ്ടംപോലെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതിനാണ് ഇബാദ കൗനിയ എന്ന് പറയാം. നിർബന്ധപൂർവ്വം അള്ളാഹുവിൻ്റെ കീഴൊതുങ്ങി ജീവിക്കും, ഇബാദ കൗനിയ. രണ്ടാമത്തത് ഇബാദ ശർഇയ്യ. ഇബാദ ശർഇയ്യ എന്ന് പറഞ്ഞാൽ ഇത് മനുഷ്യൻ്റെ ഇഖ്തിയാർ അനുസരിച്ചാണ്. അത് രണ്ട് വിഭാഗത്തിനേ ഉള്ളൂ, മനുഷ്യനും ജിന്നിനും. ഇബാദ ശർഇയ്യ അത് ഇവരുടെ ഇഖ്തിയാർ അനുസരിച്ചാണ്. ബലാൽക്കാരില്ല. ദീനിൽ ബലാൽക്കാരുണ്ടോ? ലാ ഇക്റാഹ ഫിദ്ദീൻ. വേണമെങ്കിൽ ചെയ്യാം, വേണ്ടവർക്ക് ഒഴിവാക്കാം, അല്ലേ? ഇമ്മ യക്ഫുർ വ ഇമ്മ യശ്കുർ. അത് നിങ്ങളിഷ്ടം. നന്മ ചെയ്ത അള്ളാഹ് പ്രതിഫലം തരും, തിന്മ ചെയ്ത അള്ളാഹ് ശിക്ഷിക്കുകയും ചെയ്യും. അത് അള്ളാഹിൻ്റെ അടുക്കൽ നീതിപൂർണ്ണമാണ്. ഇതാണ് ഇബാദ ശർഇയ്യ. അത് മനുഷ്യനും ജിന്നിനും മാത്രമേ ഉള്ളൂ. തക്ലീഫുള്ള രണ്ട് വിഭാഗം ഭൂമി ലോകത്ത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ പറഞ്ഞു വന്നത് അപ്പോൾ അള്ളാഹിനെ ഇബാദത്ത് ചെയ്യാൻ, അതായത് ഏതായിരിക്കും അത്? ഈ രണ്ടും ഉൾപ്പെട്ടു. അതിനു വേണ്ടിയാണ് അള്ളാഹു എന്ത് ചെയ്തത്? മനുഷ്യനെയും ജിന്നുവർഗത്തെയും സൃഷ്ടിച്ചിട്ടുള്ളത്. ഈ വമഅന യഅ്ബുദൂൻ, അള്ളാഹിനെ ആരാധിക്കാൻ എന്നതിൻ്റെ അർത്ഥം ഐ യുവഹിദൂൻ, അള്ളാഹുവിനെ ഏകനാക്കാൻ. അപ്പം ഇസ്ലാമിൻ്റെ അടിസ്ഥാനം തന്നെ എന്താണ്? തൗഹീദാണ്. അതുകൊണ്ട് ഇസ്ലാം എന്ന് പറയുമ്പോൾ ഇസ്ലാമിൻ്റെ ഡെഫിനേഷൻ പറയുന്നത് എന്താ അറിയോ? അൽ ഇസ്തിസ്ലാമുല്ലാഹി ബി തൗഹീദ്. തൗഹീദ് കൊണ്ട് അള്ളാഹുവിനെ കീഴൊതുങ്ങുക, എല്ലാത്തിലും അള്ളാഹിനെ ഏകനാക്കുക. അതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അപ്പോൾ അള്ളാഹുവിനെ ഏകനാക്കാത്ത ആൾക്കാർ ഇസ്ലാം എന്ന് പറയാൻ നമുക്ക് വല്ല വകുപ്പുണ്ടാകും. അള്ളാഹ് കാക്കട്ടെ. മനസ്സിലാകുന്നുണ്ടോ? പിന്നെ നോക്കിക്കോ, വഅഅ്ളമു മാ അമറല്ലാഹു ബിഹി അത്തൗഹീദ്. ഇനി വേറെ വിഷയത്തിലേക്ക് കടന്നു. ശിർക്കും തൗഹീദും നടത്തിയ വലിയ ചർച്ച. വഅഅ്ളമു മാ അമറല്ലാഹ്. അപ്പം ഇബാദ ശർഇയ്യ എന്ന് പറഞ്ഞല്ലോ, അള്ളാഹ് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി എന്ന് പറഞ്ഞല്ലോ. എന്താണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ? അള്ളാഹിൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും അള്ളാഹിൻ്റെ നിരോധനങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക. അതാണ് ഇബാദത്ത്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഇബാദത്തിനെ സംബന്ധിച്ച് പറഞ്ഞ ചില വാക്കുകളുണ്ട്, വളരെ വ്യക്തമായ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം. അദ്ദേഹം പറയാണ്, ഇബാദത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ചെയ്യുന്ന വാക്കുകളും പ്രവർത്തനങ്ങളും അള്ളാഹു തൃപ്തിപ്പെടുന്നതും ഇഷ്ടപ്പെടുന്നതുമായ എല്ലാ വാക്കുകൾക്കും എന്ത് പറയും? ഇബാദത്ത് എന്ന് പറയും. ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഅ്ബദുല്ലാഹ്. അള്ളാഹു ആരാധിക്കപ്പെടുന്ന വാക്കായാലും പ്രവർത്തനങ്ങളായാലും അള്ളാഹു ഇഷ്ടപ്പെടുന്ന എല്ലാ കാര്യത്തിനും എന്ത് പറയും? ഇബാദത്ത് എന്ന് പറയും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ആ ഇബാദത്തുകളുടെ കൂട്ടത്തിൽ വഅഅ്ളമു മാ അമറല്ലാഹു ബിഹി, ആ ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്വമുള്ള ഒരുപാട് ഇബാദത്തുകളില്ലേ? നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഖുശൂ, തവക്കുൽ, തഖ്വ, അങ്ങനെ ഒരുപാട് ഇബാദത്തുകളുണ്ട്. ആ കൂട്ടത്തിൽ ഏറ്റവും മഹത്വമുള്ളത് ഏതാത്? അത്തൗഹീദ്, തൗഹീദാകുന്നു. അതാണ് നമ്മുടെ ഷെയ്ഖ് പറഞ്ഞ് നിർത്തിയത്. അഅ്ളമു മാ അമറല്ലാഹു ബിഹി അത്തൗഹീദ്. ഏറ്റവും മഹത്വമുള്ള, പ്രാധാന്യമുള്ള, അള്ളാഹു കൽപ്പിച്ച ഇബാദത്ത് കൂട്ടത്തിൽ ഒന്ന് അത്തൗഹീദ്, അള്ളാഹുവിനെ ഏകനാക്കലാകുന്നു. എന്താ ഈ തൗഹീദ്? അതാണ് അടുത്ത ചർച്ചയിൽ വരുന്നത്. ഓരോ കാര്യങ്ങൾ തൗഹീദ് എന്താണെന്ന് വിശദീകരണം, അത് കഴിഞ്ഞിട്ട് ഷിർക്ക് എന്താണെന്ന്. തൗഹീദ് എന്താണെന്ന് പഠിക്കുമ്പോൾ 3 കാര്യങ്ങൾ പഠിക്കണം. തൗഹീദ് 3 രൂപത്തിലാണ്: തൗഹീദ് ഉലൂഹിയ്യ, തൗഹീദ് റുബൂബിയ്യ, തൗഹീദ് അൽ അസ്മാ വസ്സിഫാത്ത്. ഈ 3 പഠിക്കണം. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നാട്ടിൽ പൊതുവേ ഉണ്ടാകുന്നൊരു തെറ്റിദ്ധാരണ, ഈ തൗഹീദിൻ്റെ തഖ്സീമാത്ത്, തൗഹീദിനെ 3ആയി തരംതിരിച്ചത് നമ്മുടെ നാട്ടിലെ വഹാബികളാണ് എന്നൊരു കുപ്രചാരണം നമ്മുടെ നാട്ടിലുണ്ട്. എല്ലാവരും പറയുന്നൊരു കാര്യമാണത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല.
ഇബ്നു ബത്ത റഹ്മഹുല്ല, അതേപോലെ തഹാവി റഹ്മഹുല്ല, ഹിജ്റ 600 500 ജനിച്ച മനുഷ്യന്മാരാണ്. അവർ ഈ തൗഹീദിനെ തഖ്സീമായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. ഇബ്നു ബത്ത എന്നാണ് ഏറ്റവും ആദ്യം തൗഹീദിനെ തഖ്സീമായി ഖുർആൻ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചത്. ഇതൊക്കെ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഒന്നും നമ്മുടെ ഇച്ഛക്കനുസരിച്ചോ നമ്മുടെ ഹവക്കനുസരിച്ചോ അല്ല. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യും. എന്താണ് തൗഹീദ്, തൗഹീദിൻ്റെ വിഭാഗങ്ങൾ, പിന്നെ അതേപോലെ തന്നെ തൗഹീദിന് ഘടകവിരുദ്ധമായ ഷിർക്കും ഷിർക്കിൻ്റെ വിഭാഗങ്ങളും. അള്ളാഹു ഇൽമ് പഠിക്കാനും അമൽ ചെയ്യാനും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ അമലിലും ഇൽമിലും ആരോഗ്യത്തിലും ആയുസ്സിലും സമയത്തിലും അള്ളാഹു നല്ല ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഹദാ വല്ലാഹു അഅലം വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.